സെക്ഷൻ 47 ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ബെസ്സൽ ഫംഗ്ഷനാണ്. ബെസ്സൽ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് മുന്നത്തെ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ ജെ പി ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജെ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു 0 to infinity minus 1 raised to n into x by 2 all raised to 2n plus p by n factorial into n plus p factorial ആണ്. ദിസ് ഈസ് ബെസ്സൽ ഫംഗ്ഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് ഓഫ് ഓർഡർ പി. ഇനി ഈ ബെസ്സൽ ഫംഗ്ഷൻ്റെ സെവറൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ രണ്ട് ഐഡൻറ്റിറ്റീസ് നമ്മൾ കാണുന്നുണ്ട്. ഫസ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു പി ഇൻറ്റു ജെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു പി ഇൻറ്റു ജെ പി മൈനസ് 1 ഓഫ് എക്സ്. ഇത് ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് ജെ പി ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ ഇക്വേഷൻ 1 നമ്മൾ എടുത്തെഴുതി. നെക്സ്റ്റ് എക്സ് റൈസ് ടു പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എക്സ് റൈസ് ടു 2n പ്ലസ് പി എന്നുള്ളത് എക്സ് റൈസ് ടു 2n പ്ലസ് 2p ആയി മാറും. ഇനി അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2n പ്ലസ് 2p എക്സ് റൈസ് ടു 2n പ്ലസ് 2p എന്നുള്ളത് 2n പ്ലസ് 2p ഇൻറ്റു എക്സ് റൈസ് ടു 2n പ്ലസ് 2p മൈനസ് 1 എന്ന് വരും. ഇനി ഇതിൽ കുറച്ച് റീഅറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തിയാൽ നമുക്ക് ഫൈനലായിട്ട് സമ്മേഷൻ എക്സ് റൈസ് ടു പീനെ നമ്മൾ പുറത്തെടുത്ത് എഴുതാം. സോ എക്സ് റൈസ് ടു പി ഇൻറ്റു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു 0 to infinity minus 1 raised to n into x by 2 all raised to 2n plus p minus 1 by n factorial into p minus 1 plus n factorial. ഇവിടെ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഈ ഒരു സമ്മേഷനിലും ഇക്വേഷൻ 1ഉം തമ്മിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ 1ൽ എക്സ് റൈസ് ടു 2n പ്ലസ് 2p ആണ്. ഡിനോമിനേറ്ററിൽ വരുന്നത് n പ്ലസ് p ഫാക്ടോറിയൽ ആണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എക്സ് റൈസ് ടു 2n പ്ലസ് പി മൈനസ് 1 വരുന്നുണ്ട്. ഡിനോമിനേറ്ററിലും p മൈനസ് 1 പ്ലസ് n ഫാക്ടോറിയൽ എന്നാണ്. സോ പിക്ക് പകരം p മൈനസ് 1 ആണ് ഇവിടെ വരുന്നത്. സോ ഇത് ബെസ്സൽ സീരീസ് ജെ പി മൈനസ് 1 ഓഫ് എക്സ് ആണ്. സോ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു പി ഇൻറ്റു ജെ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു പി ഇൻറ്റു ജെ പി മൈനസ് 1 ഓഫ് എക്സ് എന്ന് കിട്ടി. സിമിലർ വേയിൽ നമുക്ക് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു മൈനസ് പി ഇൻറ്റു ജെ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് റൈസ് ടു മൈനസ് പി ഇൻറ്റു ജെ പി പ്ലസ് 1 ഓഫ് എക്സ് എന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അതിന് നമ്മൾ ഇക്വേഷൻ 3 എന്നും കൊടുത്തു. ഇനി ഇക്വേഷൻ 2ഉം 3ഉം ഫസ്റ്റ് കണ്ട ഇക്വേഷൻ 2ഉം സെക്കൻഡ് ഇക്വേഷൻ 3ഉം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇക്വേഷൻ 2 ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു പിന് ജെ പി ഓഫ് എക്സിൽ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ് റൈസ് ടു പി ജെ പി ഡാഷ് ഓഫ് എക്സ് പ്ലസ് പി എക്സ് റൈസ് ടു പി മൈനസ് 1 ഇൻറ്റു ജെ പി ഓഫ് എക്സ് എന്ന് വരും. ഈക്വൽ ടു എക്സ് റൈസ് ടു പി ഇൻറ്റു ജെ പി മൈനസ് 1 ഓഫ് എക്സ്. അതിന് ഇക്വേഷൻ 4 അതിന് നമ്മൾ എക്സ് റൈസ് ടു പി കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇക്വേഷൻ 2നെയും ഇതുപോലെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ് റൈസ് ടു മൈനസ് പി കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതിന് നമ്മൾ 4, 5 ഇക്വേഷൻസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇക്വേഷൻ 4ഉം 5ഉം ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്താൽ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടും. അതിന് 6, 7 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 7th ഇക്വേഷൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഏതൊരു ബെസ്സൽ ഫംഗ്ഷനെയും ഇൻ ടേംസ് ഓഫ് അതർ ബെസ്സൽ ഫംഗ്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ജെ പി ഓഫ് എക്സിനെ ജെ പി മൈനസ് 1 ഓഫ് എക്സിൻ്റെയും ജെ പി പ്ലസ് 1 ഓഫ് എക്സിൻ്റെയും ടേംസിലാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ 7ൽ നമുക്ക് ജെ ഹാഫ് ഓഫ് എക്സും ജെ മൈനസ് ഹാഫ് ഓഫ് എക്സും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ 7ൽ പി ഈസ് ഈക്വൽ ടു 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ജെ 3/2 ഓഫ് എക്സും പി ഈസ് ഈക്വൽ ടു 3/2 കൊടുത്തിട്ട് ജെ 5/2 ഓഫ് എക്സും ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. സോ എവറി ബെസ്സൽ ഫംഗ്ഷൻ ഓഫ് ദി ഫോം ജെ എം പ്ലസ് 1/2 ഓഫ് എക്സ് ഈസ് എലമെൻ്ററി. അതായത് ഇത്തരം ഒരു ഈ ഒരു ഇക്വേഷൻ 7 വെച്ചിട്ട് നമുക്ക് എം പ്ലസ് 1/2 വേറെ എം ഈസ് ആൻ ഇൻറ്റീജർ ഫോമിലുള്ള എല്ലാ ബെസ്സൽ ഫംഗ്ഷനെയും നമുക്ക് കാണാൻ സാധിക്കും. സോ അവയെല്ലാം എലമെൻ്ററി ആണ്. അക്കോർഡിംഗ് ടു ലെവലി ദിസ് ആർ ദി ഓൺലി കേസ് ഇൻ വിച്ച് ജെ പി ഓഫ് എക്സ് ഈസ് എലമെൻ്ററി. ഇനി ഇക്വേഷൻ 2ഉം 3ഉം ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ഇക്വേഷൻ 2നെയും ഇക്വേഷൻ 3നെയും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് 2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൽ എച്ച് എസ്സിലെ ഡി ബൈ ഡി എക്സ് കട്ടായി പോവും. ആർ എച്ച് എസ്സിൽ ഒരു ഇൻ്റഗ്രൽ വരും. സോ നമുക്ക് അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ 8ഉം 9ഉം കിട്ടും. ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ഇൻ്റഗ്രേഷൻ കണ്ടെയ്നിങ് ബെസ്സൽ ഫങ്ഷൻസ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ നമുക്ക് പോസിബിൾ ആണ്. ഈ രണ്ട്
ഇക്വേഷൻസ് വെച്ചിട്ട്. ഫോർ പി ഈസ് ഈക്വൽ ടു 1 ഒരു എക്സാമ്പിളായിട്ട് പി ഈസ് ഈക്വൽ ടു 1 എന്നുള്ള കേസിൽ നമുക്ക് ഇക്വേഷൻ 8 വെച്ചിട്ട് ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു ജെ നോട്ട് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ജെ വൺ ഓഫ് എക്സ് പ്ലസ് സി എന്ന് കിട്ടും. ഇനി സീറോസ് ഓഫ് ബെസൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർ എവറി വാല്യൂ ഓഫ് പി ദ ഫംഗ്ഷൻ ജെ പി ഓഫ് എക്സ് ഹാസ് ആൻ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിറ്റീവ് സീറോസ്. ഓരോ പിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ജെ പി ഓഫ് എക്സിന് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിറ്റീവ് സീറോസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർലി ജെ നോട്ട് ഓഫ് എക്സിൻ്റെ കുറച്ച് 5 അപ്രോക്സിമേഷൻസ് സീറോസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെയർ സക്സസീവ് ഡിഫറൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ബെസൽ സീരീസ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊരു ഫംഗ്ഷനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഏതൊരു ഫംഗ്ഷനെയും നമുക്ക് ബെസൽ ഫംഗ്ഷൻ്റെ ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യാൻ, ഒരു ഗിവൺ ഫംഗ്ഷനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ബെസൽ ഫംഗ്ഷൻ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത്തരമുള്ള ഒരു എക്സ്പാൻഷനെയാണ് ബെസൽ സീരീസ് എന്ന് പറയുന്നത്. ദ സിംപ്ലസ്റ്റ് ആൻഡ് മോസ്റ്റ് യൂസ്ഫുൾ എക്സ്പാൻഷൻ ആർ ദ സീരീസ് ഓഫ് ദി ഫോം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു 1 to infinity a n j p of lambda n x, where f of x is defined on 0 less than or equal to x less than or equal to 1. ഇവിടെ ലാംഡ n എന്ന് പറയുന്നത് പോസിറ്റീവ് സീറോസ് ഓഫ് സം ഫിക്സഡ് ബെസൽ ഫംഗ്ഷൻ ജെ പി ഓഫ് എക്സ് വിത്ത് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി ഈ ഒരു എഫ് ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ സീരീസ് എക്സ്പാൻഷൻ പറഞ്ഞല്ലോ. ഇതിൽ എ എൻ എന്ന് പറഞ്ഞ കോഎഫിഷ്യൻറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷനും നമ്മൾ കാണുന്നുണ്ട്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഓർത്തോഗണൽ പ്രോപ്പർട്ടി ഓഫ് ജെ പി പറയുന്നുണ്ട്. അതിൻ്റെ പ്രൂഫ് നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യും. സോ ഓർത്തോഗണൽ പ്രോപ്പർട്ടി ഓഫ് ജെ പി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു ജെ പി ഓഫ് ലാംഡ എം എക്സ് ഇൻറ്റു ജെ പി ഓഫ് ലാംഡ എൻ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു 0 ഇഫ് എം ഈസ് നോട്ട് ഈക്വൽ ടു എൻ, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഓഫ് ജെ പി പ്ലസ് 1 ഓഫ് ലാംഡ എൻ സ്ക്വയർ വെൻ എം ഈസ് ഈക്വൽ ടു എൻ. സപ്പോസ് ഒരു ഫംഗ്ഷൻ ഈ ഇക്വേഷൻ 11 അതായത് എഫ് ഓഫ് എക്സിൻ്റെ സീരീസ് എക്സ്പാൻഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ഒരു ഫംഗ്ഷൻ ഗിവൺ ആണെന്നുണ്ടെങ്കിൽ ആ എഫ് ഓഫ് എക്സിനെ ത്രൂ ഔട്ട് നമ്മൾ എക്സ് ഇൻറ്റു ജെ പി ഓഫ് ലാംഡ എം എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജെ പി ഓഫ് ലാംഡ എം എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു എം ഈസ് ഈക്വൽ ടു എൻ എന്നുള്ള കേസിൽ am/2 ഇൻറ്റു ജെ പി പ്ലസ് 1 ഓഫ് ലാംഡ എൻ സ്ക്വയർ എന്ന് കിട്ടും. അതിൽ നിന്ന് am ഈക്വൽ ടു 2/jp പ്ലസ് 1 ഓഫ് ലാംഡ എം സ്ക്വയർ ഇൻ്റഗ്രൽ 0 to 1 എക്സ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജെ പി ഓഫ് ലാംഡ എം എക്സ് ഡി എക്സ് എന്ന് കിട്ടും. അതിനെ എം എൻ ഈക്വൽ ആണെന്നാണ് നമ്മൾ എടുത്തത്. സോ എമ്മിന് നമുക്ക് എ എൻ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. സോ നമുക്ക് എ എൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള, അതായത് കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ കിട്ടി. Series 11 with the coefficient calculated by 13 is called a Bessel series or Fourier Bessel series. ഈ ഒരു 11 എന്ന് പറഞ്ഞ എക്സ്പാൻഷനും ആ കോഎഫിഷ്യൻറ്റും കൂടി ചേർന്നതാണ് ബെസൽ സീരീസ് അല്ലെങ്കിൽ ഫൊറിയർ ബെസൽ സീരീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു തിയറാണ് പറയുന്നത്. ഒരു ഗിവൺ ഫംഗ്ഷന് ബെസൽ സീരീസ് എക്സ്പാൻഷൻ പോസിബിൾ ആണോ അല്ലേ എന്നുള്ളത് ഫൈൻഡ് ചെയ്യുന്ന ഒരു തിയറമാണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: Assume that f of x and f dash of x have at most a finite number of jump discontinuities on the interval 0 less than or equal to x less than or equal to 1. If 0 less than x less than 1, then the Bessel series 11 converges to f of x when x is a point of continuity of this function and converges to half f of x minus plus f of x plus when x is a point of discontinuity. അതായത് എഫ് ഓഫ് എക്സിലേക്ക് ഈ ഒരു ബെസൽ സീരീസ് കൺവെർജ് ചെയ്യും ഇഫ് എക്സ് ഒരു പോയിൻ്റ് ഓഫ് കണ്ടിന്യൂറ്റി ആണെങ്കിൽ. അതർവൈസ് ഇറ്റ് കൺവെർജസ് ടു 1/2 എഫ് ഓഫ് എക്സ് മൈനസ് പ്ലസ് എഫ് ഓഫ് എക്സ് പ്ലസ്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം, അതായത് ഒരു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ള ഈ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ബെസൽ സീരീസ് എക്സ്പാൻഷൻ കാണാനുള്ളൊരു പ്രോബ്ലമാണ് തന്നിരിക്കുന്നത്. നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ ഡെഫിനിഷൻ എഴുതി, എക്സ്പാൻഷൻ എ എന്നിൻ്റെ ഇക്വേഷനും എഴുതി, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്നും പി ഈസ് ഈക്വൽ ടു 0 എന്നും അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്കൊരു ഇൻ്റഗ്രൽ കിട്ടും. അതിൽ ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു ജെ നോട്ട് ഓഫ് ലാംഡ എൻ എക്സ് ഡി എക്സ് വിൽ ബി ഈക്വൽ ടു 1/λ n ഇൻറ്റു ജെ വൺ ഓഫ് ലാംഡ എൻ എക്സ് ഫ്രം 0 to 1. കാരണം അത് കിട്ടാനുള്ളത് നമ്മൾ ഓൾറെഡി ഇൻ്റഗ്രലിൻ്റെ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ ഒരു ഇൻ്റഗ്രലിന് വാല്യൂ കിട്ടിയത്.
സോ നമ്മൾ എ എൻ ഫൈനലായിട്ട് 2/λn ഇൻറ്റു J1 ഓഫ് λn എന്ന് കിട്ടും. സോ ഈ എ എന്നിൻ്റെ വാല്യൂ നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ ഡെഫിനിഷനിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് 1 ഈക്വൽ ടു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 2/λn ഇൻറ്റു J1 ഓഫ് λn ഇൻറ്റു J0 ഓഫ് λn എക്സ് എന്ന് നമുക്ക് ഫൈനലായിട്ട് കിട്ടും. ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെസൽ സീരീസ്. നെക്സ്റ്റ് പ്രൂഫ് ഓഫ് ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി. നമ്മൾ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി നേരത്തെ പറഞ്ഞതാണ്, അതിൻ്റെ പ്രൂഫാണ് വരുന്നത്. ബെസൽ സീരീസ് എന്ന് പറയുന്നത് y ഈസ് എ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് 1/x y ഡാഷ് പ്ലസ് 1 മൈനസ് പി സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു y ഈസ് ഈക്വൽ ടു 0 ആണ്. സപ്പോസ് a and b are two distinct positive constants, then the functions u of x is equal to jp of ax v of x is equal to jp of bx satisfy the equation 14 and 15 given. ഇനി ഇക്വേഷൻ 14ൽ v കൊണ്ടും ഇക്വേഷൻ 15നെ u കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് കാണുകയാണ്. ആ ഡിഫറൻസിൽ തന്നെ നമ്മൾ യു ഡാഷ് വി ഡാഷിനെ ആഡ് ചെയ്യുകയും യു ഡാഷ് വി ഡാഷിനെ സബ്സ്ട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ താഴെ കാണുന്ന ഫോമിൽ കിട്ടും. ഇനി അതിന് ത്രൂ ഔട്ട് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് ഇക്വേഷൻ 16 കിട്ടും. ഇനി ഇക്വേഷൻ 16നെ ഫ്രം എക്സ് 0 to 1 ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 1 എക്സ് യു വി എന്നുള്ള ഫോമിൽ കിട്ടും. അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയിട്ട് പോകും, കാരണം യു ഓഫ് 1 ജെ പി ഓഫ് എ ആയിരിക്കും, വി ഓഫ് 1 ജെ പി ഓഫ് ബി ആയിരിക്കും. എക്സ് ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷൻ പോയിന്റിൽ ഇഫ് എയും ബിയും നമ്മൾ ലാംഡ എം എന്നും ലാംഡ എൻ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർ എച്ച് എസ് 0 ആയിട്ട് പോകും. സോ ഓർത്തോഗണൽ പ്രോപ്പർട്ടിയുടെ ഫസ്റ്റ് പാർട്ട്, അതായത് ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു ജെ പി ഓഫ് ലാംഡ എം എക്സ് ഇൻറ്റു ജെ പി ഓഫ് ലാംഡ എൻ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. വെൻ എം ഈസ് നോട്ട് ഈക്വൽ ടു എൻ. ഇനി സെക്കൻഡ് പാർട്ട്, വെൻ എം ഈക്വൽ ടു എൻ ആകുമ്പോൾ ഇൻറ്റഗ്രൽ വാല്യൂ കാണാനായിട്ട് ഇക്വേഷൻ 14നെ ത്രൂ ഔട്ട് 2 ഇൻറ്റു എക്സ് സ്ക്വയർ യു ഡാഷ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഇക്വേഷനെ നമ്മൾ ഡെറിവേറ്റീവിൻ്റെ ഫോമിലാക്കി എഴുതാം. ശേഷം അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ 18 കിട്ടും. അതിൽ ഇക്വേഷൻ 18 ആർ എച്ച് എസിലെ വാല്യൂ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫൈനലായിട്ട് ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു ജെ പി ഓഫ് ലാംഡ എൻ എക്സ് സ്ക്വയർ ഡി എക്സ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ജെ പി ഡാഷ് ഓഫ് ലാംഡ എൻ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ എ ഈസ് ഈക്വൽ ടു ലാംഡ എൻ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ജെ പി ഡാഷ് ഓഫ് ലാംഡ എന്നിന് നമ്മൾ ഇക്വേഷൻ 5 വെച്ചിട്ട് ജെ പി ഡാഷ് ഓഫ് എക്സിനെ നമുക്ക് കാണാൻ കഴിയും. സോ ഇക്വേഷൻ 5 വെച്ചിട്ട് നമുക്ക് ജെ പി ഡാഷ് ഓഫ് ലാംഡ എൻ സ്ക്വയറിന് പകരം ഹാഫ് ഇൻറ്റു ജെ പി പ്ലസ് 1 ഓഫ് ലാംഡ എൻ സ്ക്വയർ എന്ന് കൊടുക്കാം. സോ നമുക്ക് ഫൈനലായിട്ട് ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു ജെ പി ഓഫ് ലാംഡ എൻ എക്സ് ഇൻറ്റു ജെ പി ഓഫ് ലാംഡ എൻ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ജെ പി പ്ലസ് 1 ലാംഡ എൻ സ്ക്വയർ എന്ന് ഫൈനലായിട്ട് കിട്ടി.